ഈ ഇന്ത്യ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പം ചില ഭാഗങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുത്തപ്പം കൃത്യമായിട്ട് ഇതിനെ ഹിന്ദുസ്ഥാനായിട്ട് ഹിന്ദുക്കളുടെ ഭരണമായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്യാതെ മൂന്നാല് മുസ്ലിം കുടുംബങ്ങള് ഞങ്ങൾ ഹിന്ദുക്കളാണെന്നുള്ള വ്യാജേന ഇവിടെ മാറി നിന്ന് അവരതിന്റെ ഭരണം പിടിച്ച് 10-70 വർഷം ഇതിനെ വീണ്ടും കൊള്ളയടിച്ചു. ഇപ്പൊ ഇന്ത്യയെ കൊള്ളയടിച്ചത് മുഗളന്മാർ കൊള്ളയടിച്ചു, ഫോറിൻ അറ്റാക്കേഴ്സ് കൊള്ളയടിച്ചു. ബ്രിട്ടീഷുകാരൻ 1857 തുടങ്ങി 947 വരെ ഒരു 90 വർഷം അവൻ കൊള്ളയടിച്ചു. ഇത് രണ്ടിനെക്കാട്ടിലും കൂടിയ കൊള്ളയാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്, തേർഡ് ഫ്രണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇന്ത്യയിൽ നടത്തിയത്. കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിലും മറ്റു കക്ഷികൾ സംസ്ഥാന അടിസ്ഥാനത്തിലും നടത്തിയത് ഇതിന്റെ ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരും ചെയ്തതിന്റെ 1000 ഇരട്ടി കൊള്ളയാണ്. അതാണ് നമ്മുടെ രാജ്യം പുറകോട്ട് പോകാൻ കാരണം. ഇപ്പൊ വെറും 10 വർഷം, ഈ 1000 വർഷത്തിന്റെ ഇടയ്ക്ക് വെറും 10 വർഷം ഹിന്ദുക്കളുടെ കയ്യിൽ ഭരണം തിരിച്ചു കിട്ടിയപ്പം രാജ്യം 100 വർഷം പുരോഗതി പ്രാപിച്ചു. മോഡി ഭരണത്തിന്റെ ഏറ്റവും വലിയ മേന്മ അതാണ്. 1000 വർഷത്തെ അടിമത്തത്തിന് ശേഷം 10 വർഷം ഭരണം ഹിന്ദുക്കളുടെ കിട്ടിയപ്പം ഈ രാജ്യം 100 വർഷം പുരോഗമിച്ചു. അപ്പൊ അത് ഈ 1947 തന്നെ സംഘത്തിന്റെ കയ്യിലോ BJPയുടെ കയ്യിലോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലോ അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് തന്നെ രാജ്യം ഇതിലും വലിയ രീതിയിൽ പുരോഗതി പ്രാപിച്ചതിന് ഇത്രയും കഷ്ടപ്പാടുകൾ 3-4 ജനറേഷൻസിന് കൂടെ ഇത്രയും കഷ്ടപ്പാട് അടിച്ചേൽപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പൊ ഒന്നിച്ച് ഇപ്പൊ തോക്കുന്നായപ്പോ ഇന്നലെ കൊണ്ട് എല്ലാം കൂടെ എല്ലാ UPAയും വീണ്ടും ഒന്നിച്ച് സഖ്യമൊക്കെ ഉണ്ടാക്കി വരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇവര് അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുവിന് ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് ലൈസൻസ് ഉണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ടാക്സ് ഈ നെഹ്റു ഖാനും മൈമുന ബീഗവും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്ന ടാക്സ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഒരാൾ ബിസിനസ് നടത്തി വരുമാനം ഉണ്ടാക്കിയാൽ 9,30,000 രൂപ ആയിരുന്നു ടാക്സ്, ഇവരുടെ ടാക്സ്. അങ്ങനെ ഈ ദേശസാൽക്കരണം എന്നും പറഞ്ഞ് എല്ലാ ഹിന്ദുക്കളുടെയും ബിസിനസ്സുകൾ ഗവൺമെന്റ് കണ്ടുകെട്ടി. അത് ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും എല്ലാ സെക്ടറിലുമുള്ള ഈ മുഗൾ ഗവൺമെന്റ് 1947-50 അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ മുഗൾ ഭരണം, ജനാധിപത്യം എന്നുള്ള ഓമനപ്പേരിട്ട് വിളിച്ച മുഗൾ ഭരണം ഇവിടെ ചെയ്ത് മുഴുവൻ ബിസിനസ്സുകളും ഇല്ലാണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അതിന് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന ഒരു ഓമനപ്പേരിട്ടു. യഥാർത്ഥത്തിൽ അതൊരു മുഗൾ അറ്റാച്ച്മെന്റ് ആയിരുന്നു. കംപ്ലീറ്റ് സ്വത്തുക്കളും മുഗളനായിട്ടുള്ള നെഹ്റുവും കോൺഗ്രസും കൂടെ അറ്റാച്ച് ചെയ്യുകയായിരുന്നു രാജ്യത്തിന്റെ പേരിൽ. പക്ഷെ അതിനൊരു ഓമനപ്പേരിട്ടു, ദേശസാൽക്കരണം എന്നൊരു ഓമനപ്പേരിട്ടു. ലോകം കണ്ടിട്ടുള്ളതിലെ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരുന്നു ആ നെഹ്റുവിയൻ സോഷ്യലിസവും. അത് പരാജയപ്പെട്ടെന്ന് റൊണാൾഡ് റേഗന്റെ മുമ്പിൽ പോയിരുന്ന് ഇന്ദിരാഗാന്ധിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാശ് ചോദിക്കാൻ പോയതാ. ഇവിടെ മൊത്തം സാമ്പത്തികം പൊളിഞ്ഞ് 1983 പോയി, 82-83 പോയി റേഗനെ കണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ റേഗൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഇന്ദിരാഗാന്ധിയോട്, നിങ്ങളുടെ ഈ നെഹ്റുവിയൻ സോഷ്യലിസം ഒക്കെ കളഞ്ഞിട്ട് മുതലാളിത്തത്തിലോട്ട് വരിക, ലിബറലൈസേഷൻ നടപ്പിലാക്കുക, എങ്കിൽ മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ, ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് ജിഹാദി രാജ്യമാണ്, അതിനെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് റേഗൻ തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ ചർച്ച പൊളിഞ്ഞു. ഇന്ദിരാഗാന്ധി തിരിച്ചിങ്ങോട്ട് പോന്നു. അരമണിക്കൂർ നേരത്തെ ചർച്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന 5 മിനിറ്റ് കൊണ്ട് തീർന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല കയറിയ. അത് ഇന്ദിരാഗാന്ധിയെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് റേഗൻ കാണാൻ സമ്മതിച്ചത് തന്നെ. തിരിച്ചിവിടെ വന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെയും മരണശേഷം നരസിംഹറാവുവും മൻമോഹൻ സിംഗും കൂടെ ചേർന്ന് അതേ റേഗൻ പറഞ്ഞ അതേ പ്രിസ്ക്രിപ്ഷൻ, അതേ ചികിത്സ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടി വരികയും ചെയ്തു. അപ്പം വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഭരണത്തിന് തന്നെ അംഗീകരിക്കേണ്ടി വന്നു. നെഹ്റു ഇന്ദിരാഗാന്ധിയും കാണിച്ചതെല്ലാം ഓൾമോസ്റ്റ് പൊട്ടത്തരമായിരുന്നു എന്നുള്ളത് കൃത്യമായി. അതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട് ഈ നരസിംഹറാവു, പ്രണബ് മുഖർജി തുടങ്ങിയ ദേശീയ നേതാക്കന്മാരെ അവരുള്ളിടത്തോളം കാലം അനുവദിച്ചില്ല. അവരുടെ കാലശേഷമാണ് അവരെല്ലാം പൊങ്ങി വന്നത്. ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം നരസിംഹറാവു ആണേലും പ്രണബ് മുഖർജി ആണേലും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ മുന്നോട്ട് വന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ മാരുതി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അത് സഞ്ജയ് ഗാന്ധി പൊക്കിക്കൊണ്ട് വന്നതാ. അതിനെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി പോയി, കെ കരുണാകരൻ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നേതാവാണ്. അയാൾ അവിടെ ചെന്നപ്പോൾ ആദ്യം ചെയ്തത്, നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ആദ്യം ചെയ്ത് ഇത് കംപ്ലീറ്റ് സുസുക്കിയെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദേശസാൽക്കരണത്തിൽ നിന്ന് അത് പ്രൈവറ്റൈസേഷൻ നടത്തി. അല്ലായിരുന്നെങ്കിൽ സുസുക്കി പോലും മാരുതി പോലും പൊട്ടിപ്പോയാന്. അപ്പൊ ആ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കി, കോമ്പറ്റീഷൻ നടപ്പിലാക്കി അനേകം കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് പഴയ അംബാസഡറെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ക്യൂബയൊക്കെ ഇപ്പൊ ക്യൂബയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോകുന്ന അവസ്ഥ എത്തിച്ചാണ്. ഇപ്പൊ വന്നിട്ടുള്ള മാറ്റങ്ങള് കോൺഗ്രസ് കഴിഞ്ഞ 100 വർഷം അല്ലെങ്കിൽ 120 വർഷം ചെയ്തിട്ടുള്ള ചതികൾ
ആണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദുക്കളോടും ഈ രാജ്യത്തോടും സ്വാതന്ത്ര്യത്തിന് മുമ്പും പിൻപും ചെയ്തിട്ടുള്ള ചതികളാണ് ഓരോ ദിവസങ്ങളിൽ പുറത്തോട്ട് വരുന്നത്. അവരത് പിടിക്കപ്പെട്ടിട്ടും കട്ടിട്ടും കള്ളം മുന്നോട്ടെന്നുള്ള രീതിയിലാണ്. പിടിക്കപ്പെട്ടിട്ടും അവർക്ക് അത് അംഗീകരിക്കാനോ ജനങ്ങളോട് മാപ്പ് പറയാനോ അവർ തയ്യാറല്ല. അവരിപ്പോ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വീണ്ടും കട്ടിങ് സൗത്ത്, പല സ്ഥലത്ത് പല കഷ്ണമാക്കാൻ ഖാലിസ്ഥാൻ, ഭാരത് ജോഡോ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അതിനെ അത് ജിഹാദി ജോഡോ ആണ് ആ യാത്ര. ഇന്ത്യയിലെ ഭീകരവാദികളെ മൊത്തം കൂട്ടുപിടിച്ച് ഇന്ത്യയെ വീണ്ടും വിഭജനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ ഭാരത് ജോഡോ എന്ന് പറയുന്ന പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ആ കേരളത്തിൽ വീണ്ടും ഈ കട്ടിങ് സൗത്ത്, ചത്തുപോയി കിടന്ന കട്ടിങ് സൗത്ത് വീണ്ടും വരാൻ കാരണം കഴിഞ്ഞ വർഷം നടത്തിയ ഭാരത ജോഡോ പരിപാടിയാണ്. അതിലാണ് കട്ടിങ് സൗത്തുകാര് കൃത്യമായിട്ട് മീഡിയക്കാരാണ് അത് മുന്നോട്ട് നയിക്കുന്നത്. പ്രസ്റ്റിറ്റ്യൂട്ടുകൾ മീഡിയയിൽ കൂടിയാണ് എന്താണ് അതിന് പ്രൊമോഷൻ കൊടുക്കുന്നത്. എല്ലാ ഇതും ഉണ്ട്. ദേശാഭിമാനി, മാതൃഭൂമി, മനോരമ, ദീപിക തുടങ്ങി എല്ലാ പത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതിന്റെ അധിപന്മാരുണ്ട്. അതുപോലെ TV ചാനലുകളെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് വളരെ അപകടകരമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ ഐഡിയോളജി ഇവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലോട്ടും കർണാടകത്തിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ ഈ ഐഡിയോളജി ഇവര് കയറ്റുമതി ചെയ്യാനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് പ്രിപ്പയർഡ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് പ്രിപ്പയർഡ് ആണ്. കട്ടിങ് സൗത്ത് ഇവർ ഏതെങ്കിലും കാലത്ത് ഒരു ആയുധവുമായിട്ട് സിവിൽ വാർ രീതിയിൽ പുറത്തെടുത്താൽ അതിനെ നേരിടാൻ കേന്ദ്രം റെഡിയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ലക്ഷദ്വീപ് കൈവശപ്പെടുത്തിയിരിക്കുന്നതും സൈന്യത്തിന്റെയും എല്ലാ 3 സൈന്യത്തിന്റെയും പ്രസൻസ് സൗത്ത് ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചു. വ്യോമസേന അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവരെന്തെങ്കിലും അഭ്യാസത്തിന് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ജനങ്ങളെ അണിനിരത്തി കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് അത് കൊടുക്കും. അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന വിപ്ലവവും ഇവരുദ്ദേശിക്കുന്ന ജിഹാദും ഖിലാഫത്തും ഒന്നും ഇനി നടക്കത്തില്ല. അതൊക്കെ വീട്ടിലിരുന്ന് ഇവന്മാർക്ക് നടത്താനേ പറ്റത്തുള്ളൂ. വീടിന് പുറത്തിറങ്ങി എന്തെങ്കിലും അഭ്യാസത്തിന് തുനിഞ്ഞാൽ മറ്റേ PFIക്കാരെ കൊണ്ടുപോയ പോലെ പൊങ്കികളെയും കമ്പികളെയും കൂടെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അല്ല മറ്റേ ശ്രീനിവാസൻ ടോയ്ലറ്റിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഈ മീഡിയക്കാരുടെ കട്ടിങ് സൗത്ത് പരിപാടി നടക്കത്തുള്ളൂ. അത് പക്ഷെ അത് അവർ ഡ്രോപ്പ് ചെയ്യുന്നോ നന്നാവുന്നോ ഒന്നും നമുക്ക് വിചാരമില്ല. അവർ കണ്ടിന്യൂ ചെയ്യും. കുറെ വിവരം ഇല്ലാത്തവന്മാർ ഇതിനകത്ത് പോയി പട്ടാളത്തിന്റെ ഉണ്ട തിന്നും, അത്ര തന്നെ. അല്ലാണ്ട് വേറെ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇപ്പൊ ഇവർ പറയുന്നത് ഇലക്ഷനിൽ EVM പോരാ എന്നാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഇവർ തോക്കും. ഈ തോറ്റ് കഴിഞ്ഞു കഴിയുമ്പം ഇപ്പൊ ഇവന്മാര് പാകിസ്ഥാനിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിക്കാണ്ടിരിക്കാനുള്ള പരിപാടിയാണ് ഇലക്ഷന് മുമ്പിലെ ഇവന്മാര് നടത്തുന്നത്. എന്താണേലും തോക്കും. അപ്പൊ നേരത്തെ തന്നെ ഇത് കള്ളത്തരമാണെന്നും പറഞ്ഞു പരത്തിയിട്ട് ഇവിടെ ഈ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ UPA മാഫിയ സൗത്ത് ഇന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനേരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കുക. നമ്മുടെ നേതൃത്വം ഗവൺമെന്റ് ഓൾറെഡി ഇതേപ്പറ്റി കൃത്യമായിട്ട് ജാഗരൂകരാണ്. അവരതിന് തയ്യാറുമാണ്. ഇലക്ഷൻ വഴി അവർ ജയിക്കും, തീർച്ചയായിട്ടും. ഇലക്ഷൻ വഴി തന്നെയാണ് ജയിക്കേണ്ടതും, അങ്ങനെ തന്നെ ജയിക്കുകയും ചെയ്യും. അതിന് യാതൊരു സംശയവും ഇല്ല. പിന്നെ അതിനെ ഇലക്ഷൻ റിസൾട്ടിനെ അംഗീകരിക്കാതെ ഇവന്മാരെന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ അതിനെ ആ രീതിയിലും നേരിടാനുള്ള കപ്പാസിറ്റി BJP പാർട്ടിക്കും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ശക്തികൾക്ക്, അതായത് ഫോഴ്സസിനും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് വിപ്ലവം നടത്തുമെന്നും പറഞ്ഞത് കേട്ട് പിന്നെ എനിക്ക് അറിയാവുന്ന കുഞ്ഞാടുകളോടൊക്കെ പറഞ്ഞു, എടാ കള്ള കുഞ്ഞാടുകളെ, ദയവ് ചെയ്ത് ഇവന്മാർ പറയുന്ന കേട്ട് ഈ ജിഹാദിയുടെ ഒക്കെ തുപ്പൽ ബിരിയാണിയും വാങ്ങിച്ച് കഴിച്ചിട്ട് ഇതിന്റെ കൂടെ ഒന്നും കട്ടിങ് സൗത്തിൽ കുറെ കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു കയറി നിപ്പ്. അവന്മാരോടെല്ലാം ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. ഇതിനകത്തൊന്നും നിന്നേക്കല്ല, ഉണ്ടതൊന്നും ചാവും, മര്യാദയ്ക്ക് തിരിച്ച് പള്ളിയിൽ കയറിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞാടെല്ലാം മിക്കവാറും ഇപ്പൊ അതിലുണ്ടായിരുന്ന കുഞ്ഞാടുകളെല്ലാം 90% കൊണ്ട് തിരിച്ച് ദേശീയതയിലേക്ക് വന്നു. പിന്നെ തൊലി പോയ 1-2 കുഞ്ഞാടുകൾ മാത്രമേ ഇപ്പൊ അതിൻ്റെ അകത്തുള്ളൂ. അവരെയൊക്കെ അധികം താമസിയാതെ തന്നെ കേന്ദ്രം പൊക്കും. ഈ തുപ്പൽ ബിരിയാണി നിന്ന് തൊലി പോയ കുറെ കുഞ്ഞാടുകളുണ്ട്. അമ്മരെ കേന്ദ്രം പൊക്കേണ്ട സമയത്ത് പൊക്കിക്കോളും. ബാക്കി കുഞ്ഞാടെല്ലാം തിരിച്ചു കയറി. ഇതിനകത്ത് ഇതൊന്നും അറിയാതെ 1-2 ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ആൾക്കാരും ഇതിനകത്ത് ഈ കട്ടിങ് സൗത്ത് എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് അതിന്റെ സൈഡിൽ കൂടെയൊക്കെ നടപ്പുണ്ട്. അവരോടും സമാധാനപരമായിട്ട് പറയുകയാണ്, ദയവ് ചെയ്ത് രാജ്യത്തിനെതിരെ നിൽക്കരുത്, രാജ്യത്തിന്റെ കൂടെ നിൽക്കുക. കട്ടിങ് സൗത്ത് ഇതുപോലത്തെ പുതിയ പരിപാടികളൊക്കെ വെറും തീവ്രവാദ പ്രവർത്തനവും വിഘടനവാദവുമാണ്. അതിന് ശക്തമായ തിരിച്ചടി ഈ രാജ്യം കൊടുക്കും അതിന്റെ സമയത്ത്. ഈ പത്രക്കാരോ TVക്കാരോ പറയുന്നത് കേട്ട് ഇതുപോലത്തെ പരിപാടിയിലേക്ക് എടുത്തു ചാടരുതെന്ന് യുവാക്കളോടും മീഡിയ പ്രവർത്തകരോടും ഒക്കെ ഒന്നുകൂടെ ആവശ്യപ്പെടുകയാണ്. രാജ്യമാണ് വരുന്നത്, നാഷൻ ഫസ്റ്റ്. ഈ രാജ്യം ഒന്നിച്ചു നല്ല രക്ഷയുള്ളൂ. അല്ലാതെ അതിനെ വിഘടിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഈ രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നല്ലപോലെ ജീവിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കി മര്യാദയ്ക്ക് ഈ ജനാധിപത്യത്തോട് സഹകരിക്കുക. ഇപ്പൊ ഇവര് ഒരു കോളേജ് ഇലക്ഷനിൽ പോലും മര്യാദയ്ക്ക് ബാലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തവന്മാരാണ് LDF, UDF. നമ്മൾ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ കണ്ടതാ. ഒരു കുഞ്ഞു കോളേജിലോ
ഒരു പഞ്ചായത്തിലോ ഇലക്ഷൻ, ബംഗാളിലൊക്കെ നമ്മൾ കണ്ടതാ പഞ്ചായത്ത് ഇലക്ഷൻ ബാലറ്റ് പേപ്പറുമായിട്ട് ഓടുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞു കോളേജിലോ പഞ്ചായത്തിലോ പോലും ബാലറ്റ് പേപ്പർ കൊണ്ട് സത്യസന്ധമായിട്ട് ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായതാണ്. അമേരിക്കയിലെ ബാലറ്റ് പേപ്പർ ഇലക്ഷൻ നടത്തിയിട്ട് കണ്ടതാണ് നമ്മൾ, ട്രംപും മറ്റേ ബിഡനും കൂടെ അവിടെ കിടന്ന് തമ്മിൽ തല്ലുന്നത്. അപ്പോ EVM ആണ് ഏറ്റവും സുരക്ഷിതമായിട്ടും നല്ല രീതിയിലും സത്യസന്ധമായിട്ടും പറ്റുന്നതെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ നിന്ന് 60 രാജ്യങ്ങൾ EVM വാങ്ങിക്കുന്നുണ്ട്. ഇവന്മാരിവിടെ വന്ദേ ഭാരത് ട്രെയിൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, 60 രാജ്യങ്ങൾ ഓർഡർ കൊടുത്തു. ഇവന്മാരിവിടെ EVM കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, 62 രാജ്യങ്ങളാണ് EVM-ന് ഇവിടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ ഇവരെന്തൊക്കെയാണോ ഈ രാജ്യത്തെ അപമാനിക്കുന്നത്, ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസും ജിഹാദിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് അപമാനിക്കുന്നത്, അതിനെ നല്ല രാജ്യങ്ങൾ അംഗീകരിക്കുകയും ആ ടെക്നോളജിയും ആ പ്രൊഡക്റ്റും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് റെഡിയാണ്. ഇവർ തേജസ് വിമാനം കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, ബ്രഹ്മോസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. ഇവരെന്തൊക്കെ ഇവർ കൊള്ളത്തില്ല എന്ന് പറയുന്നോ അതിനുവേണ്ടി ബാക്കി വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് EVM-ന്റെ കഥ. അതുകൊണ്ട് ഇവരെ ഒരു രീതിയിലും ഈ കോൺഗ്രസ് നടത്തുന്ന ഈ അവസാന കാലത്ത് നടത്തുന്ന പോരാട്ട നാടകങ്ങളെ കൃത്യമായിട്ട് തള്ളി പറയുക. നമ്മൾ സ്ഥാനാർത്ഥിയായോ വേറെ ഒന്നും നോക്കണ്ട, ചിഹ്നം നോക്കുക. ഈ കേരളത്തിലെ 20 മണ്ഡലത്തിലും BJPക്ക് വോട്ട് ചെയ്യുക. അത് ആര് സ്ഥാനാർത്ഥിയാണല്ലോ, എന്റെ പേരോ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട. BJPയുടെ സ്ഥാനാർത്ഥിയാണോ താമര ചിഹ്നത്തിൽ കയറി വോട്ട് ചെയ്തോളൂ. ബാക്കി കാര്യം കേന്ദ്രം നോക്കിയോളൂ. അതിനുള്ള കപ്പാസിറ്റി കേന്ദ്രത്തിനുണ്ട്. അല്ലാണ്ട് കാൻഡിഡേറ്റിന്റെ ജാതകവും വിദ്യാഭ്യാസവും കാൻഡിഡേറ്റിന്റെ വലിയ വലിയ കാര്യങ്ങളും ഒന്നുമല്ല. പാർട്ടിയാണ് ചെയ്യുന്നത്. കാൻഡിഡേറ്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അല്ല കേന്ദ്രത്തിൽ കാണുന്നത്, പാർട്ടിയുടെ അച്ചീവ്മെന്റ് ആണ് കാണുന്നത്. ദേശീയതയുടെയും ഹിന്ദുത്വത്തിന്റെ അച്ചീവ്മെന്റ് ആണ് ഈ 10 വർഷം നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഈ LDF-ഉം UDF-ഉം ഒത്തിരി പുങ്കന്മാരെ ഈ കഴിഞ്ഞ 70 വർഷം ജയിപ്പിച്ചു വിട്ടു. അവരാരെങ്കിലും നാടിന് എന്തെങ്കിലും നന്മ ചെയ്തോ? എല്ലാ പത്രങ്ങളും സർട്ടിഫൈ ചെയ്ത കഴിവിന്റെ മകുടമായിട്ട് ചിത്രീകരിച്ച കാൻഡിഡേറ്റ്സ് ഒക്കെ ഇവിടുന്ന് പോയി LDF-ഉം UDF-ഉം ആയിട്ട്. 10 പൈസയുടെ ഉപകാരം കിട്ടിയോ? ഒന്നും ഏതെങ്കിലും കേരളത്തിന്റെ കാര്യങ്ങൾ പാർലമെന്റിൽ പറയാൻ പറ്റുമോ? രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചോ? ഒന്നും ചെയ്തില്ല. പക്കാ രാജ്യദ്രോഹികളായിരുന്നു ഇമാരെല്ലാം. അപ്പൊ കാൻഡിഡേറ്റിനെ ഒന്നും നമ്മൾ നോക്കണ്ട. കാൻഡിഡേറ്റിനെ ഒക്കെ പാർട്ടി ഇട്ടോളും. ആ ഇടുന്ന നരേന്ദ്രമോദിക്കും BJPക്കുമാണ് വോട്ട്. അത് താമര ചിഹ്നത്തിൽ വോട്ടിടുക, ബാക്കിയുള്ളവരെ കൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കുക. അല്ലാതെ കൊങ്കി ജയിക്കാൻ കമ്മിക്ക് വോട്ട് ചെയ്യുക, കമ്മി ജയിക്കാൻ കൊങ്കിക്ക് വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കാൻഡിഡേറ്റിനെ ഇഷ്ടമില്ല, ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, ഈ വക പരിപാടി, അല്ലെ നോട്ടയ്ക്ക് എത്തുക, ഇതുകൂട്ട് തെണ്ടിത്തരങ്ങളൊന്നും കാണിച്ചേക്കരുത്. കൃത്യമായിട്ട് BJP ചിഹ്നത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. ബാക്കിയുള്ള നാട്ടുകാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കുക. ഇതാണ് നമ്മുടെ കടമ. അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള സന്മനസ് എല്ലാവരും കാണിക്കണം. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആളെ കാൻഡിഡേറ്റ് ആക്കിയാലേ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള നിലപാടൊന്നും ആരും എടുക്കരുത്. പാർട്ടിക്ക് കൃത്യമായ വീക്ഷണമുണ്ട്. അതനുസരിച്ച് അവർ സ്ഥാനാർത്ഥിയെ ഇടുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുക. അല്ല, ഞങ്ങളൊക്കെ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു പല രീതിയിൽ, ഓൺലൈൻ വഴി. ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ എത്തും. ഇവിടെയൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, കർണാടകത്തിലൊക്കെ ഓൾറെഡി പ്രചരണം തുടങ്ങി കഴിഞ്ഞു. കേരളത്തിലും അത് എല്ലാ മണ്ഡലത്തിലോട്ടും ഈ ആഴ്ച കൊണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട്. ഈ ആഴ്ച കൊണ്ട് കാര്യങ്ങളാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വന്ദേ മാതരം, ജയ് BJP.